ബിഗ് ബോസ് സീസൺ 7 സൺഡേ വീക്കെൻഡ് എപ്പിസോഡ് 15 അല്ലേ? എന്തൊക്കെയായിരുന്നു ഈ സീസൺ തുടങ്ങുമ്പോൾ? ലാലേട്ടൻ്റെ പ്രമോ, മറ്റേ മലപ്പുറം കത്തി, അമ്പും വില്ലും. ഇതൊരുമാതിരി സീക്രട്ട് ഏജന്റ് ബിഗ് ബോസ് പോയ പോലെ സെൽഫ് അല്ലേ? മൂപ്പര് എന്തൊക്കെയാ പറഞ്ഞില്ലേ? പ്രാവശ്യം കത്തിക്കും മറ്റേതാക്കും കൊറേ കാട് കീറുന്നൊക്കെ പറഞ്ഞിരുന്നു. മൂപ്പരന്റെ കയ്യിലും അല്ല കാട് കൊണ്ട് കീറി കളഞ്ഞോ. അവിടെ വീട്ടിലൊന്നും ഒരു എന്തൊരവസ്ഥയാണ്. ലാലേട്ടനോട് പോലും ഇറ്റങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു ബഹുമാനമില്ല. ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഒരു സ്ഥലത്ത് ഒന്നിൽ നീക്കും, ഒരു സ്ഥലത്ത് നവീൻ നീക്കും. ഇരിക്കാൻ പറയുമ്പോ ഇരിക്കില്ല. ചേച്ചി ടൂറിലാണ്. അല്ല, എല്ലാരും ലാലേട്ടാ മറ്റേ സാറിനൊക്കെ വിളിക്കുമ്പോ രേണു ചേച്ചി വിളിച്ചിട്ടേ ഏട്ടാ ഏട്ടാ പറഞ്ഞിട്ട് രേണു ചേച്ചിക്ക് പോട്ടെ. രേണു ചേച്ചിക്ക് ഒരു സൈഡായി ഇവിടെ ഇരിക്കട്ടെ. എന്തപ്പം ഉണ്ടായ 10 മണിക്ക് എപ്പിസോഡ് തീർത്തു. സൺഡേ എപ്പിസോഡ് വെരി റയർ ആട്ടോ. എനിക്ക് തോന്നുന്നു ഒരു സീസൺ ഞാൻ കണ്ടതിൽ എനിക്ക് ഇങ്ങനെ എൻ്റെ ഓർമ്മയിലില്ല. 10 മണിക്ക് ഒരു സൺഡേ എപ്പിസോഡ് തീർന്നു പോയിട്ട് അരമണിക്കൂർ വീണ്ടും വീട്ടിനകത്തുള്ള ആക്ടിവിറ്റീസ് ആണ് കാണിച്ചത്. അത് കണ്ടന്റ് ഉണ്ട്. ആ അരമണിക്കൂർ ശൈത്യ നല്ല പാമ്പായ കണ്ടന്റ് കണ്ടു. എന്തായിരുന്നു അനുമോൾ ഫാൻസ് ലാസ്റ്റ് കടന്ന ശൈത്യായിരുന്നു ഇത് വോട്ടിങ്ങില്. അനുമോളൊപ്പം നിന്നുകൊണ്ട് മാത്രം. അല്ല, ഇവരെ കുറെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, അനുമോൾ സേഫ് ആണ്, ശൈത്യക്ക് എന്ത് വോട്ട് കൊടുക്കും എന്നുള്ള സാധനങ്ങളൊക്കെ. ഇപ്പൊ എന്തായി? കുത്തിയോ? കിട്ടിയോ? അട്ടങ്ങനെ കിട്ടിയില്ല അനുമോക്ക്. അല്ല, ഇനി മനസ്സിലായി PR എന്ന് മനസ്സിലാവാൻ ഫാൻസിനൊന്നും മനസ്സിലാവില്ലല്ലോ. മനസ്സിലായാലും ചത്ത പോലെ കിടക്കാതായിരിക്കും. ഇന്ന് അനുമോൾ ഫാൻസ് അതാ, നമ്മളൊന്നും നമുക്ക് ചത്ത പോലെ കിടക്കാതെ നല്ല രീതിയിൽ. അല്ല, അത് ചെയ്താ പോരെ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ, ഞാൻ കൊറേ വിചാരിക്കുന്നുണ്ട് ഈ ലാലേട്ടൻ സൺഡേ വന്നു പോകുമ്പോ ഇപ്പൊ കത്തും എന്നുള്ളത്. എവിടെ? മൂപ്പര് ഇന്നും കത്തിയില്ല. ഇന്നും മൂപ്പര് ഒരു സൈഡിൽ കൂടി പോയി. ലാലേട്ടൻ എങ്ങോട്ടോ എന്തോ കാപ്പി കുടിക്കാൻ എന്തോ മുണ്ട് കൊടുത്ത് പുറത്തിറങ്ങിയതാണ്. അതിന്റെ എന്തോ വന്ന് ഷൂട്ട് ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ അതിനെ പറ്റി ഒരു പിടുത്തം കിട്ടിയില്ല എന്നുണ്ട്. നമുക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട്. ലാലേട്ടന് പ്രോംപ്റ്റ് വരില്ലേ? പ്രോംപ്റ്റ് വരും. അത് മാത്രല്ല, ചെവിയിൽ ഈ സാധനം വരില്ലേ? അടുത്ത ആളെ വിളിക്കാൻ പറയുമ്പോ ടൈം ഒക്കെ എടുക്കുന്നുണ്ട്. അതങ്ങനെ എഡിറ്റിൽ മനസ്സിലാവുന്നുണ്ട്. സാധാരണ പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. ലാലേട്ടൻ ഇത് അറിഞ്ഞാൽ പോലും മനസ്സിലാവും. എഡിറ്റിൽ കട്ട് ചെയ്യുന്നത് കൃത്യമായിട്ട് ഇങ്ങനെ തലവെച്ചിട്ട് ചെവി ഇങ്ങനെ കേൾക്കാൻ വേണ്ടിട്ട് ഒറ്റ ചെവി കേൾക്കാൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചോദിക്കുമ്പോൾ ലാലേട്ടൻ അറിയുന്നുണ്ട്. ആ സ്ക്രീനും ഇങ്ങനെ വായിക്കുന്നത് മനസ്സിലാവും. അതൊക്കെ ഭയങ്കര കുറച്ച് സീനാണ്. അതെന്താ അറിയോ? എപ്പിസോഡ് ഒന്ന് വലിക്കാൻ വേണ്ടി ചെയ്താ തോന്നുന്നത്. എന്താണെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് കണ്ടന്റ് ഇല്ല. ഇന്നലെ കുറെ ചോദിച്ചു തീർത്തു. ഇന്നലെ ചോദിച്ചത് തന്നെ എന്താ, ഇന്നത്തേക്ക് കുറച്ച് ബാക്കി വെച്ചിട്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് ചോദിക്കേണ്ടിന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ വൃത്തിന്റെ കാര്യം ഒനിയിൽ കൃത്യമായിട്ട് നമ്മൾ വീഡിയോ പറഞ്ഞ കാര്യം പറഞ്ഞു. ഈച്ചുണ്ട് അവിടെ, വൃത്തിയില്ല. കാരണം എന്താ? അതിന് റീസൺ അവരെന്നെ പറയുന്നുണ്ട്. വീട്ടിലുള്ളവര് ഇവര് വെട്ടിയിട്ട് വെസൽ ടീം കഴുകുന്ന് പറഞ്ഞിട്ട് അവരെ ഇട്ടിട്ട് പോവാണ്. അല്ല, ലാലേട്ടന്റെ മറ്റേ സൽമാൻ ഖാൻ കാണിക്കുന്ന അതിന് മാസമായിട്ട് വന്നിട്ട് ഈ വൃത്തി എന്താ അത് നോക്കിയിട്ട് പോയാ പോരെ. അങ്ങനെ അല്ലെങ്കിൽ എടുത്ത് വെക്കുക ക്ലിപ്പ്, എന്നിട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിനകത്ത് അവിടെ ഈച്ച കയറുക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിനകത്ത് വൃത്തിയില്ലാതെ എന്തൊക്കെയോ കീപ്പ് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം അല്ലാതെ ആ AC-നകത്ത് ഇങ്ങനെ ഈച്ച വരില്ല. റയറാണ് അതൊക്കെ. നമുക്ക് തന്നെ ലൈവിലും വീഡിയോയിലും ആ ഈച്ചനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ വീഡിയോയിൽ ഈച്ച ഉണ്ട് എന്ന് പറഞ്ഞത് അതിനകത്ത്. അത് ഒന്നിൽ നിന്ന് പറയുകയും ചെയ്തു. അങ്ങനെ വലിയ സംഭവമാണ് ചൂലിന്റെ സംഭവം, വൃത്തിന്റെ കാര്യം. അതും ലാലേട്ടൻ അത് പ്രത്യേകിച്ച് പറയാം. കാരണം ലാലേട്ടൻ ഫുഡിന് അത്ര ഇഷ്ടപ്പെടുന്ന, ഫുഡ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ മാത്രമല്ല, കണ്ടസ്റ്റൻസിന്റെ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അതൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് പോയി. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ല കണ്ടന്റ് ആയിരുന്നു. എടുത്ത് വെച്ച് അതൊക്കെയാണ്. അതെ, മെയിൻ സാധനമായിരുന്നു അത്, വൃത്തിന്റെ കാര്യം പറഞ്ഞ സംഗതി. പക്ഷെ അത് വളരെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കോമഡിയും ലൈറ്റുമായിട്ട് ആ സാധനം ഇവരെന്നെ അങ്ങനെ കണ്ടസ്റ്റൻസ് തമ്മിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ വഴിക്ക് അങ്ങനെ ആ സാധനം വളരെ ലൈറ്റായിട്ട് പോയിട്ടോ ആ സാധനം. അതിനുശേഷം വീണ്ടും വന്നിട്ടുണ്ടായിരുന്നത് രേണുസുതി ആൻഡ് അക്ബറിന്റെ. അത് എനിക്കിഷ്ടമായി. രേണുസുതി ആൻഡ് അക്ബറിന്റെ കാര്യം കറക്റ്റാണ്. അവിടെ കറക്റ്റായിട്ട് ശാരികേന്റെ കുത്തിത്തിരിപ്പ് പൊളിച്ചു കൊടുത്തു. രേണുവിനോടും ഒരു സോറി എന്ന് പറഞ്ഞതിന്റെ ഒരു വാല്യൂ എന്താന്നുള്ളത്. അപ്പത്തേക്കും രേണുസുതി ഓക്കെ, ലാലേട്ടൻ പറഞ്ഞത് കൊണ്ട് ഓക്കെ. ഞാൻ ലാലേട്ടന് മുന്നിൽ വെച്ച് പറയാൻ നിൽക്കുന്നത് കാട്ടി കുടിച്ചു കാണിച്ചു. അതെ, അങ്ങനെ ഒരു സാധനമായിട്ട് പിന്നെ അതങ്ങനെ എടുത്ത് തീർന്നു. ഓക്കെ പറഞ്ഞു, സോറിയും കൊടുത്ത് സാധനം പോയി. ഇതിനിടയിൽ ഈ ചോറ് കളഞ്ഞ സീനില്ലേ, അനീഷ് പെട്ടുട്ടോ. ഇത് അനീഷ് ലിറ്ററലി പെട്ടു. കാരണം ഇവർ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് ആ ചോറ്. ബിന്നി വളരെ കണ്ണിങ് ആയിട്ട് അത് സൺഡേ എപ്പിസോഡിന് എടുത്തു വെച്ചതാന്ന് മനസ്സിലായി. അത് അനീഷിന് ആ ട്രാപ്പ് മനസ്സിലായില്ല.
അനീഷ് എന്താ വിചാരിച്ചേ, ബിന്നി വളരെ നല്ല രീതിയിൽ പോയിട്ട് ആദ്യം ആരെയായിട്ടും പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ ബിന്നി അത് ഒതുക്കി, എന്നാ പിന്നെ ബിന്നിനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ രണ്ടാമത് ചൂലിന് ബിന്നിനെ വിളിച്ചു വരുത്തിയേ. സൺഡേ എപ്പിസോഡിൽ ബിന്നി എന്ത് ചെയ്തു, ബിന്നിനെ ഇവിടെ സൂക്ഷിക്കണ്ടേ, ബിന്നി ഇവിടെയാണ് ശരിക്കും എന്താണ് ഗെയിമറാവുന്നത്. ബിന്നി ഇത് എടുത്തു വെച്ചിട്ട് സൺഡേ അടിക്കും. സൺഡേ അടിക്കും. മനസ്സിലാക്കുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഷ്രൂഡാണ്, ഭയങ്കര ഷ്രൂഡ് കണ്ടസ്റ്റന്റാ ബിന്നി. അങ്ങനെ നോക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ സാധനം സൺഡേ എപ്പിസോഡ് കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഇന്ന് കണ്ടത്. ഇത് ഈ സാധനത്തിനകത്ത് ബിന്നി എന്ത് ചെയ്തു, ഈ സാധനം കൊണ്ടുപോയി ഇട്ടിട്ട് അനീഷിന് ഉത്തരം മുട്ടി. അനീഷ് ഇത്രയും നേരം അനീഷിന് വീട്ടുകാർക്ക് ആർക്കും അത് അറിയില്ല. ഏത് ഈ ചൂലിന്റെ കേസ് ആദ്യം എല്ലാരും വിചാരം ചൂല് അവിടെ ഇരിക്കുന്നത്, ആരും ഇടപെടാതിരുന്നത്. പലർക്കും പലതും പറയാണ്ടാവും. ഇത് ഇവര് രണ്ടാളും മാത്രം സംസാരിച്ചു. ലാലേട്ടനാണെങ്കിൽ അത് നൈസായിട്ട് വിടുകയും ചെയ്തു. ആ സാധനം കൊണ്ടുപോയി ബിന്നി അടിച്ചു. പിന്നെ ചോറിന്റെ കേസും വന്നപ്പോഴും അതാണ്ടായി. അതായത് ചോറിന്റെ കേസ് ശരിക്കും ഇപ്പം പെട്ടു. അനീഷിന് വേറെ ഒന്നും പറയാണ്ടായില്ല. അനീഷിനെ ലാലേട്ടൻ ട്രോളി വിട്ടത് എടി അത് അടി പിടിച്ച സ്മെല്ല് മാത്രമാണ്. അല്ലാതെ അത് കഴിഞ്ഞിട്ട് ഇവര് കഴിച്ചു പറഞ്ഞു അവർക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. അവരിഷ്ടംപോലെ കഴിച്ചല്ലോ, അവർക്കൊരു കുഴപ്പമുണ്ടായില്ല. പിന്നെ അതിന് ശേഷം ഉണ്ടായത് നമ്മളെ ക്യാപ്റ്റൻസി ടാസ്ക് പരിപാടികളൊക്കെ. ക്യാപ്റ്റൻസി ഞാൻ ഒരു കാര്യം പറയാം, ഈ സീസണിൽ ആര്യനുള്ള ഒരു ഗെയിമിലും ബാക്കിയുള്ളവർ ജയിക്കുന്നു വിചാരിക്കേണ്ട. ഫിസിക്കലി എനിക്ക് തോന്നുന്നു വീണ്ടും ആര്യന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ആര്യന്റെ ഒരു ലൈക്ക് എന്താ പറയാ അജിലിറ്റി, ഞാൻ പറയുന്നത് സ്പീഡിന്റെ ഒപ്പം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതിനാരും എനിക്ക് തോന്നുന്നില്ല ഇതിനകത്ത്. ഈ ഫിസിക്കലി കുറച്ച് എന്താ പറയാ ഈ വലിക്കുന്നത് ഉന്തുന്ന പവറിലൊക്കെ മേ ബി നിവിൻ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒന്ന് അവരുടെ ബോഡി സ്ട്രെങ്ത് വെച്ചിട്ട് ബോഡി വെയിറ്റ് വെച്ചിട്ട് പിടിച്ചു വെക്കാന്നല്ല. എന്നാലും ആര്യന് ടക്കർ കൊടുക്കാൻ ആളില്ല. എനിക്ക് സാധാരണ സീസണിൽ അങ്ങനെ തോന്നിയിട്ടില്ല ഇങ്ങനത്തെ ഒരു കോംബോ വരുന്നുള്ളത്. ഇപ്പൊ എല്ലാ സീസണും നിങ്ങൾ എടുത്തു നോക്കിയോ, അത്യാവശ്യം എല്ലാ കണ്ടസ്റ്റൻസും മെയിൽ ഓർ ഫീമെയിൽ ആണ്, മെയിൽ ഓർ ഫീമെയിൽ എടുത്ത് നോക്കിയാൽ എല്ലാവരും ഒരു ഓൾമോസ്റ്റ് ഫിസിക്കൽ പോലെ ആയിരുന്നു. ഇത് ആരും ഡോമിനേറ്റിംഗ് ആണ്. ആര്യനെ ഫ്രീ ആയി വിട്ടിക്കുക. ഇന്നത്തെ സൈക്കിളിന്റെ ടാസ്ക് തന്നെ നോക്കിയാൽ മതി. ശരി, കുറച്ച് ബുദ്ധി ഉപയോഗിച്ചാൽ ഇത് ഇങ്ങനെ കറങ്ങിയാൽ പോരാ. ക്ലോക്ക് വൈസ് മാത്രം കറങ്ങേണ്ട ആവശ്യമില്ല. ഒരാൾ പിന്നിൽ വരുമ്പോൾ സൈക്കിൾ എടുത്ത് പിന്നിൽ വെച്ചിട്ട് മുന്നിക്ക് പോയിട്ട് എന്ത് ചെയ്യുക, കുത്തി തട്ടിയിടുക. ആരും മാത്രമാണ് അവിടെ ലാസ്റ്റ് ഗിസേലിന്റെ ബുദ്ധി ഉപയോഗിച്ച് ടയർ എടുത്ത് പൊക്കിയത്. അഭിലാഷും വേണമെങ്കിൽ ചെയ്യുന്നുണ്ട്, തിരിച്ചു വന്നിട്ട് അവന്റെ ടയർ എടുത്ത് പുറത്ത് വെക്കുന്നു. പിന്നെ അഭിലാഷ് വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. ഈ ലാലായിട്ട് ഇന്നലെ ഇന്നുമായിട്ട് ഈ അഭിലാഷിനോട് ഈ നന്മ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഈ നല്ല കുട്ടി ഈ നല്ല കുട്ടി അറിയുമ്പോ ഓരോരോ ടയർ ഇഞ്ചിന് പുറത്ത് പോയപ്പോ ആര്യം പറഞ്ഞപ്പോ അഭി എന്ത് ശരി ഞാൻ പോവാണ്, അഭി ഇറങ്ങിപ്പോയി. അതേപോലെ എല്ലാരും ആര് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞപ്പോ ഗിസേലിന്റെ പേര് പറഞ്ഞല്ലോ, അപ്പൊ തന്നെ അനുമോളൊന്നും എല്ലാവരും ഗിസേല് പറഞ്ഞപ്പോ അനുമോൾ ആകെതായിരിക്കുന്നു. ആര്യൻ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ ബാക്കിയുള്ളൊരു അവസ്ഥയാണ്. ആര്യൻ ഉണ്ട് എന്ന് പറയുമ്പോ തന്നെ എല്ലാരും ടാസ്കിന്ന് ഔട്ടാണ്. ആരും പിന്നെ ടാസ്കിനെ വഴിക്ക് പോകുന്നില്ല. പിന്നെ നിവിന് കിട്ടി, നിവിന് നല്ല രീതിയിൽ ഓവറാകുമ്പോ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അല്ല ഇപ്പൊ നമ്മൾ ആ വീഡിയോ പറഞ്ഞൊരു കാര്യം, ഇവർ ഈ ബ്യൂട്ടി സാധനത്തിന് വേണ്ടിയിട്ട് ഈ ഫുഡ് ഐറ്റംസ് കൊണ്ടുപോയി അതൊക്കെ വലിയ കണ്ടന്റ് ആക്കാം, ഭയങ്കര കണ്ടന്റാക്കി ഫുഡിന്റെ വാല്യൂ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ ഇവർ ഉപയോഗിക്കുന്ന വീഡിയോയിൽ കാണിച്ചിട്ടൊക്കെ ചെയ്യുന്ന പരിപാടികളാണ്. പക്ഷെ ആ സാധനമൊന്നും ഈ പറഞ്ഞ പോലെ ജസ്റ്റ് മൈൽഡായിട്ട് തൊട്ടുപോയി. പിന്നെ കള്ളൻ എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റിലേക്ക് നിവിന്റെ ആ സാധനം എടുത്ത് വെച്ചു. പക്ഷെ നിവിൻ നിങ്ങൾ കണ്ടോളി ഒരിക്കലും ഈ കള്ളത്തരം നിർത്തില്ല. നിവിന് മനസ്സിലായി ഇതൊരു കണ്ടന്റാന്നുള്ളത്. നിവിൻ എന്താ പറയുക, ഈ കൂട്ടത്തിൽ ഭിന്നുള്ള പോലെ സംഗതി പൊട്ടത്തരൊക്കെ ആണെന്ന് നമ്മളെ തോന്നിച്ചാലും നിവിന്റെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ രസമുള്ളൂ. നിവിൻ കാട്ടിക്കൂട്ടുന്നത് ഭയങ്കര അരോചകമാണെങ്കിലും നിവിന് മനസ്സിലായി ഇതൊരു കണ്ടന്റാണ്. നിവിൻ നിർത്തില്ല, നിവിൻ ചെയ്തുകൊണ്ടേ ഹേറ്റ് ഓർ ഗെയിൻ എന്തുണ്ടായാലും എന്താ കണ്ടന്റ് അല്ലേ, എൻഡ് ഓഫ് ദ ഡേ അത്രയും എന്ത് സ്ട്രോങ് വാണിംഗ് ഗിസേലിന് ഇതിലും കൂടുതൽ വാണിംഗ് സ്ട്രോങ് ആയിട്ട് കൊടുത്ത് പെട്ടി കൊടുത്തയച്ചാൽ ആ പെട്ടി കണ്ടോ രണ്ടാം പക്കം അവിടെ തിരിച്ചെത്തും. ആ പെട്ടി പണിപ്പുര എന്ന് ഈ സീസണിൽ നിർത്തണോ അന്ന് ആ പെട്ടി ജിസേലിൽ അത്ര വാണിംഗ് ഇന്ന് പറഞ്ഞത് 14 വാണിംഗ് ആണ് നിവിന് കിട്ടിയത്. പുറത്താക്കാൻ പറ്റില്ല, നന്നായിട്ട് കളിക്കാൻ ആകെ 1-2 ആൾക്കാരേ ഉള്ളൂ. അല്ല 14 വാണിംഗ് കൊടുത്തു നെവിന് എന്ന് പറഞ്ഞത്. 14 വാണിംഗ് തുടങ്ങി 2 ആഴ്ചക്കുള്ളിൽ ഒരു കണ്ടസ്റ്റന്റിന് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സീനാണ്. കണ്ടമാനം വാണിംഗ് കിട്ടിയിട്ടും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാല്ല. ഇനി അത് കുഴപ്പമൊന്നുമില്ല, കാരണം കണ്ടന്റ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ ലീഡ് നിൽക്കണതിൽ ഒരാൾ നെവിൻ ആയതുകൊണ്ട് നെവിന്റെ പ്രശ്നമല്ല. നെവിന ഇനി എന്ത് വാങ്ങും, അല്ല ഉണ്ട് കേട്ടോ, എന്റർടൈനർ ആണ് ആള്, കളിക്കുന്നുണ്ട്. ഇപ്പൊ എന്നോട് ചോദിച്ചാൽ തന്നെ ഞാൻ പറയും ഷാനവാസ്, അനീഷ്, ബിന്നി, നെവിൻ, അക്ബർ കഴിഞ്ഞു. അനുമോള് ഡെഫിനറ്റ്ലി ഉണ്ട്. അക്ബറിന്റെ മുന്നേ അനുമോളുണ്ട്.
അല്ല നെവിന്റെ മുന്നേ അനുമോളുണ്ട്. കരഞ്ഞിട്ടാലും വെറുപ്പിച്ചിട്ടാലും സത്യം. കൊടുക്കണ്ടെന്ന് മാത്രം. അതെ, അതായത് നല്ലതോ ചീത്തതോ ഷാനവാസ് അനീഷ് കഴിഞ്ഞാൽ പിന്നെ അനുമോളുണ്ട്. അനുമോളുണ്ട്. ഞാൻ അവിടെ ഗിസേലിനെ വെക്കുന്നില്ല, കാരണം ഗിസേലിന് അങ്ങനത്തെ കണ്ടന്റ് ഇല്ല. ഗിസേലിന് അനുമോള് പോയിട്ടുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ പിന്നെ കണ്ടന്റ് ഇല്ല ഗിസേലിന്. പറ്റ കണ്ടന്റ് ഇല്ലാതെ ഔട്ടായിരിക്കുന്നത് ഷാരിക, രേണു, പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്കൊന്നും ഒരു കണ്ടന്റും ഇല്ല. പൂമ്പാറ്റയ്ക്ക് അങ്ങനെ എന്തിനോ ഇരിക്കുകയാണ് പൂമ്പാറ്റ. പൂമ്പാറ്റയ്ക്ക് അതിനു വേണ്ടി ലാലേട്ടൻ ആദിലാലോറയ്ക്ക് സ്പേസ് കൊടുത്തോണ്ടേയിരിക്കുക സാറ്റർഡേ സൺഡേ. അവരെങ്ങനെയെങ്കിലും കേറി വരട്ടെ ചെയ്യണ പോലെ വെറുതെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചോദിക്കല്ലേ, അവർക്ക് മൈൻഡ് ഇല്ല. അവർക്ക് എന്താ, അവർക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അത് ഞങ്ങൾ ഇവിടെ സസ്റ്റെയിൻ ചെയ്യും, നമ്മളിവിടെ നിൽക്കും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ അപ്പാനിക്ക് ഇന്ന് പൊളിഞ്ഞിട്ടുണ്ട്. അപ്പാനിക്ക് മനസ്സിലായി ഇങ്ങനെ പോയ പണി പാളും. അപ്പാനിക്ക് പണി പാളും. അക്ബറിനും മനസ്സിലായി. പക്ഷെ അപ്പോഴും ഇങ്ങനെ തന്നെ പോകുന്നാണ് അപ്പാനി പറയണത്. സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഓക്കെ ആവും. അയാൾക്ക് മനസ്സിലായിട്ടൊന്നും ചെയ്യുന്നത്. അപ്പാനി കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അക്ബറിനാണ് ഇന്ന് കറക്റ്റ് പോയിന്റ് കിട്ടിയത്. അക്ബറിന് പോയിന്റ് ലാലേട്ടൻ കൊടുത്തിട്ടുണ്ട്, മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം എന്താ പറയുക, അക്ബറിന് കൃത്യമായൊരു സാധനം ഇട്ട് കൊടുത്തത്. ഏത് അക്ബർ ഇന്റെ അറിവില് വോട്ടിങ്ങില് തേർഡ് ലാസ്റ്റ് ആയിരുന്നു, സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് ആയിരുന്നു. അതായത് ബിൻസി ഓർ ഷൈത്യ, അല്ലെങ്കിൽ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ. ഒരു ലാസ്റ്റും സെക്കൻഡ് ലാസ്റ്റും ആയിരുന്നു. തേർഡ് ലാസ്റ്റ് അക്ബറാ വന്നിരുന്നത്. അപ്പൊ വോട്ട് കൺവേർട്ട് ആവണില്ല അക്ബറിന്. അത് കൃത്യമായിട്ട് ഇട്ട് കൊടുത്തു. എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ചയിൽ ഇവരുടെ വീട്ടുകാരുടെ വീഡിയോസ് വരാൻ സാധ്യതയുണ്ട്. കാരണം ലാലേട്ടൻ പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവണില്ല. അപ്പൊ മോട്ടിവേഷന് വേണ്ടിട്ടോ അല്ലെങ്കിൽ ഹിന്ദിന് വേണ്ടിട്ടോ മിക്കവാറും ഇവരുടെ വീട്ടുകാരെ വീഡിയോ വിസിറ്റിങ്ങിന് വേണ്ടി വിടാനല്ലേ. ഇപ്പൊ മറ്റേ ഡോക്ടർ പറഞ്ഞത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പുറത്തിറങ്ങണമെന്ന് വെച്ചപ്പോ അതേപോലെ ഇനി ഇവര് വിസിറ്റിങ്ങിന് നാട്ടിൽ നിന്ന് വിട്ടിട്ട് അഭിപ്രായമൊക്കെ ഒന്നെടുത്ത് ഇല്ലല്ല, അത് റൂൾസിന് അഗേൻസ്റ്റ് ആയതുകൊണ്ട് വീട്ടുകാർ ഇങ്ങോട്ട് വീഡിയോ അയപ്പിക്കാലോ. അങ്ങനത്തെ ഒരു ആ സാധനം മിക്കവാറും വരാനുള്ള ഒരു ചാൻസ് ചെയ്യാൻ കാണും. വീട്ടുകാരെ ഹിന്റ് എടുത്തിട്ട് കാര്യമില്ല, അതൊക്കെ എഡിറ്റ് ചെയ്ത് പോകും. എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്നാലും എന്തറിയോ, ഒരു സാധനം കൊടുക്കും. കാരണം എന്തറിയോ, നമ്മള് ചെയ്ത പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. എനിക്ക് തോന്നിയ വളരെ കൂലങ്കശമായി ആലോചിച്ച് ഒരാഴ്ച ഉണ്ടാക്കിയതൊക്കെ ഒറ്റയടിക്ക് കട്ട് ചെയ്താണ് പോയി. പക്ഷെ വേറെ കാര്യം പറയാം, ഇതിലൊക്കെ കൊടുക്കുന്ന തോന്നുന്നത്. കാരണം ഇവര് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് ആ ഒരു സാധനം കിട്ടുമ്പോൾ അവർക്ക് ഒരു എക്സ്ട്രാ പുഷ് കിട്ടണം. അതിന്റെ ഒരു കുറവ് വരുന്നുണ്ട്, അത് കൊടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നുള്ളത് എന്താ നമുക്കൊരു പേടിയുണ്ടായിരുന്നു, ഇവ നന്മമാരായതുകൊണ്ട് ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യണ തെറ്റല്ലേ, ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ അതും ഞങ്ങള് കേൾക്കേണ്ടി വരും. അല്ല, ഞാന് ബിഗ് ബോസ് പോയി ഇറങ്ങിയപ്പോ ഇയാളിനെ ഇറങ്ങി അമ്മത്തിനെ വിളിച്ചറിയോ സായി ശരിക്കും അങ്ങനെയാണോ അപ്പൊ പറയേണ്ട ആണ് എന്നുള്ളത് ഞാൻ തമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ലേ. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെയാണ് അഭിനയിക്കാന്ന് പറഞ്ഞിട്ടില്ലേ എന്നുള്ളത്. അത് കയ്യിന്ന് പോയിട്ട് തീർന്നിട്ടുണ്ട്. അല്ല, അബീനെ പോലെ ഈ അഭിലാഷിന് കിട്ടിയ പോലെയാണ്. അബി എന്താണ്ടായേ, അബി എന്ത് ചെയ്യുന്നു ഒരാഴ്ച ലാലേട്ടൻ വന്ന്, ഞാൻ പറഞ്ഞേ അടുത്ത ആഴ്ച നിങ്ങൾ കണ്ടോ അബി ഇന്റെ അതേ നന്മയുടെ പാതയിലായിരിക്കും. പക്ഷെ നല്ലതാണ്. കാരണം എന്താ അറിയോ, അതുകൊണ്ട് പ്രഷറോ കാര്യങ്ങളോ ഇല്ലാതെ വീട്ടിൽ സസ്റ്റെയിൻ ചെയ്ത് പോവാ. ഒരു പരിധി വരെ മനസ്സമാനം ഉണ്ടാവുക വീടിനകത്ത്. ഫുഡും ഇല്ല, ഒന്നുമില്ല, ഒരു ഉന്തോ ഇല്ല. ടാസ്ക് കളിച്ച് ടാസ്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വരെയാക്കി പോവാ. സ്ക്രീൻ സ്പേസ് കിട്ടില്ല. അവരൊക്കെ തടി കുറഞ്ഞു പോയില്ല, എല്ലാരും ഒന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് ഷ്രിങ്ക് ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയണ്ടായില്ല. നോവിക്ഷൻ എന്നുള്ള സാധനം വന്നു. അല്ല, ഇവര് എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഈ ബിൻസിന്റെ ഒരു അൺഫെയർ എവിക്ഷൻ നിങ്ങള് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അൺഫെയർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇവരെ നിർത്തിയ സ്ഥിതിക്ക് എന്തായാലും ബിൻസിന്റെ, പക്ഷെ അങ്ങനെ പറയാനും പറ്റില്ല. ശൈത്യാനെ നിർത്തിയോണ്ട് എന്ത് കിട്ടി? ശൈത്യാന്റെ കുരുട്ട് സാധനം പുറത്തു വന്നു. പക്ഷെ ഞാൻ പറയുന്നു, ബിൻസിനെ നിർത്തിയ ശൈത്യാനെ നിർത്തിയതിനേക്കാൾ ഡബിൾ കണ്ടന്റ് കിട്ടിയിരുന്നു. കാരണം അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള കോംബോ, അത് ഏത് സെൻസിലാ പുറത്ത് വന്നതെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും ആ കോംബോ ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ലൈവ് കാണുന്ന ആളുകൾ നോട്ടഡ് ആയിരുന്നു. അത് ഒരാഴ്ചയും കൂടി ഓടിയെന്നുണ്ടെങ്കിൽ ഇന്ന് കുറെ കമന്റ് ഒക്കെ കണ്ടിരുന്നു, കുടുംബം കലങ്ങിയെന്ന് പ്രശ്നം. അങ്ങനത്തെ പല സീനുകളും കണ്ടു. ബിഗ് ബോസിനൊരു നാറ്റ കണ്ടന്റ് ഓടിക്കാനുള്ള സാധനം അതിനകത്തുനിന്ന് നാട്ടുകാരൻ എന്ത് ചെയ്തരും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സാധനം. അത് ഇതിനേക്കാൾ ഹെവി ആയിരുന്നു. കുറച്ച് നാറി കണ്ടന്റാണെങ്കിലും ബിഗ് ബോസ് ലൈവ് കാണാത്തോണ്ടോ എന്തുകൊണ്ടോ അതാണ് ഞാൻ തോന്നുന്നത്. അത് ബിഗ് ബോസിന്റെ ലൈവ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ടീം ഉറങ്ങിപ്പോയോ എന്ന് ഡൗട്ട് ഉണ്ട്. എപ്പിസോഡ് കാണില്ല ഡൗട്ട് ഉണ്ട്. അതല്ല, ബിഗ് ബോസിന്റെ ലൈവ് സ്ക്രിപ്റ്റ് എഴുതുന്ന ആൾക്കാരുണ്ട്, ഇവര് ഉറങ്ങിപ്പോയതാ തോന്നുന്നു. അതായത് നട്ടപ്പാതിര പുലർച്ചയ്ക്കാണ് ഇരുന്ന ആ വട്ടത്തിന് അവിടെ ഇരുന്ന് പറഞ്ഞിരുന്നതാ. അപ്പാനി, അക്ബർ, കലാഭവൻ സരിക,
ബിന്നി ഇത്രയും ആൾക്കാരുണ്ടായിരുന്നേ. അപ്പോഴാണ് കുറെ ആക്ടിവിറ്റി നടന്നത്. പിന്നെ അകത്തുനിന്നും ഈ പറഞ്ഞ പോലെ മറ്റേ തല മസാജ് ചെയ്യുന്ന പരിപാടി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോ ഇത് സത്യത്തിൽ അവരെ കയ്യിൽ നിന്ന് പോയി, അവരത് നോക്കിയില്ല. പക്ഷെ ഇപ്പൊ ബിന്നി പുറത്തിറങ്ങിയോട് കൂടിയിട്ട് എന്തായി, ബിൻസി പുറത്തിറങ്ങി ലാലേട്ടൻ പറഞ്ഞിട്ടില്ല ചിലപ്പോ അവസരം ഉണ്ടാവാം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇല്ല എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഇല്ലെങ്കിൽ ആള് കൂടുതലാണ്. ഞാൻ അൺഫെയർ ആണെന്ന് പറയാൻ കാരണം ഇപ്പോ ശൈത്യ ആണെങ്കിലും ശൈത്യ ഇന്ന് കണ്ടന്റ് കൊടുത്തോണ്ടാ, ഇല്ലെങ്കിൽ ശൈത്യ പോണ്ടേന്ന്. അതെ, യഥാർത്ഥ സ്വഭാവം പുറത്തിയാടി അത് കാണിക്കാൻ വേണ്ടി നിർത്തിയതാന്ന് ഇനി പറയാം വേണമെങ്കിൽ. എനിക്ക് പറയാം ശൈത്യ അനുമോളിന് കൂടിയുള്ള സംഭവം ഉണ്ടല്ലോ, അല്ല അതിനു വേണ്ടി നിർത്തിയതല്ല. ശൈത്യനെ നിർത്തി എന്തിനറിയാം, അനുമോളെ സപ്പോർട്ട് ചെയ്യാണല്ലോ. എന്നാ പിന്നെ കൂട്ടത്തില് അതൊരു ഗ്യാങ് ആയി. അപ്പാനി അക്ബർ ഒരു ഗ്യാങ്, ശൈത്യ അനുമോൾ ഒരു ഗ്യാങ് ആവും വിചാരിച്ച് നിർത്തിയതാ. നേരെ തിരിഞ്ഞു അനുമോൾക്ക് കാണിച്ചു കൊടുക്കണ്ടാവും ശൈത്യ സംസാരിക്കാൻ, കാണിച്ചു കൊടുക്കണം ചാൻസ് ഇല്ല. എന്താ കൊടുക്കണം, കാണിച്ചു കൊടുക്കാൻ. എന്നിട്ട് അത് പൊട്ടിക്കാൻ അവർ നോക്കണ്ടാവില്ല. അതിങ്ങനെ അത് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച അത് കാണിച്ച അനുമോളും ശൈത്യം തമ്മിൽ അടിയായി, അടുത്ത കണ്ടന്റായി. മനസ്സിലായി? അത് ഒരാഴ്ച കൂടുതൽ നിർത്തില്ല. നിക്കൂലേ അവര് നിക്കില്ല, അത് അങ്ങനെ പോകും. തമ്മിൽ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ശൂശി പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് അങ്ങോട്ട് വിഷം തുപ്പി കളിക്കൊണ്ടിരിക്കുന്നത്. ആര് ഫസ്റ്റ് വിഷം തുപ്പുന്നുള്ള രീതിയിലാണ് കളിക്കുന്നത്. അതെന്തറിയോ, അത് വേറെ കാര്യമുണ്ട്. ഇനി നമുക്ക് ശൈത്യക്ക് ഇങ്ങനെ പറയാം, അനുമോള് പറയണ്ടേ എല്ലാരും ഇപ്പം പോണെന്ന്. ഈ പറയാൻ പറ്റട്ടെ, ഈ അനുമോളും ശൈത്യം കൂടി ഇനി പ്ലാനറ്റ് ആണോന്ന്. നീ അപ്പുറത്തെ ടീമിലൊക്കെ പോയിട്ട് അവരെ ആളാന്ന് പറഞ്ഞിട്ട് സാധനം പിടിച്ചിട്ട് ചിലപ്പോ അങ്ങനെയാവുണ്ടോ പറയാനൊന്നും പറ്റില്ല. കാരണം ഇറ്റങ്ങളൊന്നും വിശ്വസിച്ചൂടാ, അങ്ങനെയും കളിക്കാം. അന്തമാതിരി ഞങ്ങളെ പണ്ടത്തെ വാഴത്തോട്ടല്ലേ, ഞങ്ങളെ വാഴത്തോട്ടത്തിന്റെ അടിയിലുള്ള എല്ലാവരും ഇരിക്കല്. അതുപോലെ രണ്ടെണ്ണം ഇരുന്നിട്ട് ഇവൻ അങ്ങനെ. പക്ഷെ പറഞ്ഞ ഗെയിമിന്റെ കാര്യം പറഞ്ഞത് കറക്റ്റാ. ഷാനവാസിനെ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു, ബിന്നിനെ പറഞ്ഞത് കറക്റ്റാണ്, അനീഷിനെ പറഞ്ഞത് കറക്റ്റാണ്, അഭിലാഷിനെ പറഞ്ഞത് കറക്റ്റാണ്. അവര് വെച്ച സാധനങ്ങളൊക്കെ കറക്റ്റ് സാധനങ്ങളാ വെച്ചാ അനുമോളൊക്കെ പറഞ്ഞത്. സാധനങ്ങൾ കറക്റ്റ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓരോ ടീമിന്റെ ടീമിക്ക് ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. അപ്പാനി പറയാം, അപ്പാനി മാസ് അനുമോളുള്ള സ്ഥലത്ത് എന്നെ പറഞ്ഞു എനിക്ക് കളിക്കണം, എനിക്ക് മാസ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി വട്ടം കൂട്ടി ഇരുത്തിയിട്ട് എനിക്ക് നിങ്ങളോട് ആരോടും പേഴ്സണലി പ്രശ്നമില്ല, നിങ്ങൾ ആരോട് കച്ചറുണ്ടാക്കരുത്. ഒരു വർഷം ഉണ്ടാവാൻ ചാൻസ് കാണില്ല. കിച്ചൺ പ്രാവശ്യം സൂപ്പർ ആയിട്ട് മറ്റേ ഇയാളും കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ഓണവില്ലൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കണ്ടാവും ചിലപ്പോ. അങ്ങനെ പോകാനുള്ള വഴിയാണ്. ഇന്ന് ശരിക്ക് ഗെയിം കളിച്ചത് ഞാൻ പറഞ്ഞിട്ട് ആരാ പറ അനക്ക്. എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് ലൈവ് പിന്നെ കലാഭവൻ സരിക ശൈത്യനോട് സംസാരിച്ചപ്പോ പറഞ്ഞത് കേട്ടോ. ഞാനും അതേപോലെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും, അവര് ഭയങ്കര ഫണ്ണാന്ന് പറഞ്ഞിട്ട് ഇവളോട് പറഞ്ഞു, ഇവളെ ഉപദേശിച്ചു. ഇവർ ഈ ഗ്രൂപ്പിനും വന്നിരിക്കുന്നുണ്ട്, ഇവർ അപ്പുറത്ത് അപ്പാനീന്റെ അവിടെയും ഇവിടെയും പോയിരിക്കുന്നുണ്ട്. ഇവരിത് കഴിഞ്ഞിട്ട് നേരെ ഷാനവാസിന്റെ അടുത്ത് പോയിട്ട് ഷാനവാസിനോട് പ്രശ്നങ്ങൾ എന്താണ്, ഇന്നോട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട് ഷാനവാസും മറ്റോനും ഒരു ടീമാണല്ലോ, ആര് അനീഷും അതിനിടയ്ക്കും കേറിപ്പോയിട്ടുണ്ട്. ഇവരെല്ലായിടത്തും എത്തുന്നുണ്ട്. ഇവരെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട. ഇവര് ഗെയിം കളിക്കാൻ, ഫിസിക്കൽ ഗെയിം കളിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ. ഇവർ കളി തുടങ്ങിയിട്ടുണ്ട്. ഇവരെല്ലായിടത്തും ചെന്ന് ഒരു നന്മ ഇമേജ് ഉണ്ടാക്കി ഇന്ന് എല്ലായിടത്തും ഉണ്ട്. എല്ലായിടത്തും സാധനം പിടിച്ചെത്തുന്നുണ്ട്. നമ്മള് പൂമ്പാറ്റ ഈ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അധികം മുന്നോട്ട് പൂമ്പാറ്റ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവർ ഓവർ കോൺഫിഡൻസ് മാത്രമായിരിക്കും, ഒട്ടും ആക്റ്റീവ് അല്ല, ഒന്നും ചെയ്യുന്നില്ല. അവരൊരു നന്മമരെന്നുള്ള രീതിയിൽ മാത്രമാണ് കാര്യങ്ങൾ പോകുന്നത്. അല്ല അവരെ കണ്ടന്റും കഴിഞ്ഞു. അവരുടെ കണ്ടന്റ് മെയിൻ ലൈഫ് സ്റ്റോറി ആയിരുന്നു, അതും കഴിഞ്ഞു. ഇനി എന്ത് കണ്ടന്റാണ്? പക്ഷെ രസമായിരുന്നു, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിരുന്നു. ഷോർട്ട് ആൻഡ് ക്രിസ്പ് നല്ലത്, അല്ലെങ്കിൽ ഉറങ്ങിപ്പോവും കഥ കേട്ടിട്ട്. ഇന്നതല്ല, ഇന്ന് ലാലേട്ടൻ കഥ ആരതാണ് ഏറ്റവും നല്ല കഥ അതൊക്കെ എന്തിനാ ചോദിക്കുന്ന കാര്യമുള്ളൂ. ജീവിതകഥ ആർക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ, എല്ലാരും സർവൈവ് ചെയ്ത് വരുന്നവരല്ലേ. അതൊക്കെ നല്ല ക്വസ്റ്റ്യൻ. ലാലേട്ടനോട് എനിക്ക് തോന്നുന്നു ഇവരിത് എഴുതി കൊടുത്തില്ല, ലാലേട്ടൻ പെട്ടിട്ട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്. ഞാനും പെട്ട് നീയും പെട്ടോ. അപ്പൊ അങ്ങനെ ഇന്നലെ മറ്റേ കോഴിക്കോട് പോയി വന്നപ്പോ ഹാങ് ഓവറിൽ തോന്നുന്നു, ഉദ്ഘാടനം ചെയ്ത മൂഡിലൊക്കെ അത് കഴിഞ്ഞിട്ട് വന്നപ്പോ എല്ലാം പോയിണ്ടാവും. അങ്ങനെ അതൊന്നും പറയാൻ ചെന്നായില്ലേ. ഞാൻ ഇന്നലെ കോഴിക്കോട് പോയി, അതിൽ ഇവരെല്ലാവരും എന്താ കോഴിക്കോട് വിശേഷങ്ങൾ, കോഴിക്കോട് നല്ല രസമാണ്, ഹലുവ കൊണ്ടുവന്നോ ലാലേട്ടാ കൊണ്ടുവന്നില്ല, അങ്ങനെയൊക്കെ കാട്ടണം, അതൊക്കെ കാട്ടുന്ന. ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിലൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ഈ അഭിലാഷ് ഒരു ലൈവിലിരുന്ന് പറയുന്നുണ്ട്, അഭിലാഷിന്റെ ഡിസബിലിറ്റിയെ അപ്പാനി ശരത്ത് മോശമായിട്ട് എന്തോ കാണിച്ചോ പറയോ എന്തോ ചെയ്തിട്ടുണ്ട്.
അബി അത് കുത്തിപ്പൊക്കും എന്ന് പറഞ്ഞ ഒരു സാധനം വീഡിയോ ഞാൻ കണ്ടു. അതായത് അബി അത് പറയുന്നു, പക്ഷെ അത് അബി എവിടെയും പറഞ്ഞ് ഞാൻ കണ്ടില്ല. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല. അബി അങ്ങനത്തെ ഒരു സാധനം അബി പറഞ്ഞും ചെയ്തു. ഇവർ 4 ആളും ഇരുന്നിരുന്നു. ആര് രാത്രി ഈ ബിൻസിയും ഇവർ 4 ആൾ ഇരുന്ന സമയത്ത് കലാഭവൻ സരികയും ശരത്തോ തോന്നുന്നു രണ്ടുപേരും വീണ്ടും ആരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അഭിലാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അഭിലാഷ് ഞാൻ പറഞ്ഞില്ല നേരത്തെ ഈ നന്മയുടെ ഫേസ് പോയതുകൊണ്ട് അഭിലാഷ് പറയുകയാണെങ്കിൽ ഇന്നേ പറയാൻ ഇന്ന്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു അബി വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ മേ ബി അത് പറയാം, അത് പറയും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ കിട്ടാൻ നിൽക്കുകയായിരിക്കും ചിലപ്പോൾ ആ സാധനം വെച്ചിടാന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആവുമ്പോ അനുമോള് ചെയ്തപോലെ കാര്യങ്ങളൊക്കെ അങ്ങനെ സീനുണ്ട്. അത് പിന്നെ എല്ലാവരും ചോദിക്കും എന്താ അന്ന് പറയാനുള്ള സാധനം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതുണ്ട് ആ സാധനം. ഞാൻ നമുക്ക് ഇട്ടുതരാമല്ലോ. അത് ഭയങ്കര കണ്ടന്റ് ഭയങ്കര കണ്ടന്റ്. ഞാൻ കഴിഞ്ഞ ഞങ്ങളെ സീസണിലെ വിന്നർ തന്നെ ഒരു തോണ്ടല് അഭിലാഷ് കയറിപ്പോ തോണ്ടിയിട്ടുണ്ട്. ഡിസബിലിറ്റിക്ക് പകരം ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞ സാധനം അടിച്ചിട്ട് ആരെങ്കിലും കയറിയിട്ടുണ്ട്. ഇപ്രാവശ്യം ബിഗ് ബോസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചപ്പോഴാണ് അയാൾ ആ വർത്താനം പറഞ്ഞത്. അയാളൊരു ചെറ്റ ആയതുകൊണ്ട് ചെറ്റ വർത്താനം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. പുഴുത്ത വർത്താനം നാറിത്തര വായന്ന് വരും എന്നുള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. ഹാൻഡിക്രാഫ്റ്റ് പക്ഷെ ഞാനയാളെ അപ്രീസിയേഷൻ ആണ് എനിക്ക് കൊടുക്കാനുള്ളത്. എന്ത് അയാൾ ഗെയിം കളിച്ചു അതുകൊണ്ടല്ല ഇത്രയും പെണ്ണുകേസിന്റെ ഇടയിൽ ഇതൊക്കെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടുന്നല്ലോ എന്നുള്ള ആലോചിക്കുമ്പോ അതല്ലേ ഇന്നലെ സീസൺ 5 പറഞ്ഞു, സീസൺ 1 പറഞ്ഞു, ആര്യനെ വരെ പറഞ്ഞു, സീസൺ 6 വിന്നർ പറഞ്ഞു. ചിലപ്പോ പറഞ്ഞിണ്ടാവും പറഞ്ഞെടുത്തപ്പോൾ അല്ലേട്ടോ ഓർമ്മിപ്പിക്കല്ലേ അത് കട്ട് ചെയ്തതാവും. അപ്പൊ എന്താണെങ്കിലും നോക്കാൻ റെന ഇല്ല, റെന പോയി. എന്തൊക്കെയോ കാണിക്കാനുള്ള ആൾക്കാരെന്നില്ല, അവരൊക്കെ പറ്റ തണുത്ത്. എനിക്കെന്താ പറയുക, റെനയൊക്കെ തണുത്തിരുന്നപ്പോഴാണ് എനിക്ക് സത്യത്തില് ലൈക്ക് എന്താ പറയാ റെനക്ക് ഇനി അറിയില്ല കേട്ടോ. കാരണം ഈ ആഴ്ച ടാസ്ക് ഓറിയന്റഡ് ആയിട്ട് പോയതുകൊണ്ട് അപ്പൊ റെന ടാസ്കിലുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സീസണാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ഒരേപോലെ കിട്ടുന്നത്. കുറെ അല്ലല്ല അതെങ്ങനെ കിട്ടണ അറിയോ, ഈ സീസണിലെ പ്രത്യേകത ഈ 2 ആഴ്ചയിൽ ഞാൻ കണ്ടത് എവിക്ഷനിൽ വരുന്ന ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. സാധാരണ സീസണിൽ അത് കിട്ടാറില്ല. ഇതിൽ എവിക്ഷനിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് ഇതിൽ വരുന്നുണ്ട്, എപ്പിസോഡിൽ വരുന്നുണ്ട് കൃത്യമായിട്ട്. കാരണം റെന ലൈവിൽ ആക്റ്റീവാ. ഇവരെങ്ങനെയെങ്കിലും എന്തെങ്കിലും കാണിച്ച് ജയിലിലൊക്കെ പോണതാ നല്ലത്. കുറച്ച് സ്ക്രീനിലൊക്കെ കിട്ടും. അല്ല ഈ എവിക്ഷനിൽ വരണം, അല്ലാതെ അബിക്ക് സ്കിപ്പ് ചെയ്ത് പോകണം. അതിൽ പോയി കഴിഞ്ഞാൽ പണിയാ. ലാസ്റ്റ് ആകെ വള്ളി കൂട്ടും. കാരണം ആർക്കും ശീലല്ല, കണ്ടിട്ട് കുത്തി ശീലല്ല. ഓരോരുത്തർക്ക് വോട്ട് ബാങ്ക് കയറി തുടങ്ങും, പണിയാ പോകും. പിന്നെ മാത്രല്ല അങ്ങനെ പോയിക്കൊണ്ട് നോക്കുമ്പോ ജനങ്ങൾക്ക് ഒരു തോന്നലുണ്ടാവും നമ്മള് ചെയ്തില്ലെങ്കിൽ ഓരോരുത്തരും ചിന്തിക്കും. അക്ബറിന് അതാണ് പറ്റണേ. അക്ബറിനെ എല്ലാരും നല്ല ഗെയിമറാ, നല്ല ഫാൻ ബേസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ അക്ബറിന് കുത്താതെ പോവാണ്. അതുകൊണ്ടാണ് അക്ബർ ഈ വോട്ടിങ് വരുമ്പോ താഴെ പോയി ചാടി കിടക്കുന്നത്. അതിന് പണിയെടുക്കുന്നത്, പറഞ്ഞ കാശിന് പണിയെടുക്കുന്നത് അനൂപിയർ. സമ്മതിച്ചു മക്കളെ, കുത്തി പൊട്ടിക്കാണ്. എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ ന്യൂസിന്റെ അടിയിലുണ്ട്. ആരൊക്കെയുള്ള വെച്ചാൽ ആദ്യം അനുവിന് ആരൊക്കെയാണ് പി ആർ കൊടുത്തുള്ളത്, അവർക്ക് പി ആർ കൊടുത്തു മുതലാവുള്ളൂ. അല്ല അത് മുന്നേ പി ആർ കൊടുത്തവർക്കാ കൊടുത്തിട്ടുള്ളത്. അനു പി ആറിന് പണിയുണ്ട്, പണി അറിയാം. അടിയാണ് വോട്ട് എല്ലാ മലയാള ന്യൂസിന്റെ അടിയിലുണ്ടാവും അനുമോൾ മാസ്. അല്ല ഇനിയിപ്പോ അഥവാ അനു എപ്പോഴെങ്കിലും പുറത്താവുമ്പോഴും ചിലപ്പോ അവര് പിയർ നിങ്ങൾക്ക് വെറുതെ തോന്നിയതാണ്, അനു പോയിട്ടില്ല, അനു അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പറഞ്ഞിട്ട് അവര് പിന്നെ അതും പറയാൻ ചാൻസ്. അല്ല അകത്ത് ഗിസൈൽ പാവാടകൾ, പുറത്ത് ഗിസൈലിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മള് പാവാടകൾ. കമന്റ് ബോക്സിലും പി ആറുമായിട്ട് അനുമോൾ പാവാടകൾ വേറെ. ഇത് പാവാട സീസണാണ്. കഴിഞ്ഞ ദിവസം വാഴയാണെങ്കിൽ പറയും പാവാട കഴിച്ച് പാവാട സീസൺ മുല്ലപ്പൂ പാവാട, മുല്ലപ്പൂ വാഴ അതുണ്ടോ? ഇല്ല അത് വന്നിട്ടില്ല. മുല്ലപ്പൂ വാഴ വന്നിട്ടുള്ളൂ. ഈ സീസണിലാണെങ്കിൽ അത് പാവാട ചെയ്യുന്നു. ഓക്കെ അപ്പൊ വന്നിട്ടില്ല, എന്തൊക്കെ വന്നിട്ടുണ്ട്, പലതും വന്നിട്ടുണ്ട് പറയാൻ. പക്ഷെ എന്താ അറിയോ, എനിക്ക് വീക്ക്ലി ടാസ്ക് ഒക്കെ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. ഈ വീക്ക്ലി ടാസ്ക് ഇല്ലല്ലോ ഇപ്രാവശ്യം. എന്തോ ആ കോൺസെപ്റ്റ് വാസ് ഗുഡ്. അല്ല മിഡ് വീക്ക് എവിക്ഷൻ വാസ് ഗുഡ്. എവിക്ഷന് വരെ സസ്പെൻഷൻ ആക്കിയിട്ട് ഒരു ആവശ്യമില്ലാതെ ആ ഒനിനി ശാരികനെ ഇവിടെ നിർത്തി. 2 ദിവസങ്ങള് മറ്റേ പിസിയും ജ്യൂസും മേടിച്ചു കൊടുക്കാൻ കൊണ്ടുപോയതാണോ എനിക്കറിയാൻ പാടില്ല. കൊണ്ടുപോയവർക്കും ശരികയും ശൈത്യം ബിന്നി നിന്ന കണ്ടന്റ് കിട്ടുന്നുള്ള ഉറപ്പായേ. ബിന്നിയും കിട്ടിയിരുന്നു. കാരണം അപ്പാനീന്റെ ലൈന് പിടിച്ചു പോയിട്ട് ഒരു സാധനം, അപ്പാനീന്റെ ലൈന് പുറത്ത് മാത്രല്ല ബിന്നിയും. ഇന്ന് ശാരികയും
രേണു ഇരുന്ന് സംസാരിക്കുമ്പോ രേണു പറഞ്ഞത് കേട്ടാ, ശാരിക ഞെട്ടി. അത് 2 ദിവസം വരെ ഇവര് ഒരു തമ്മിലുള്ള ഒരു ഒന്നുമില്ല. ശാരിക രേണുവിനോട് പറയാ, ഞാൻ ഞെട്ടിപ്പോയി, ബിന്നി പോകുമ്പോ അപ്പാനി കരയണു, അപ്പാനിനെ ബിന്നി കെട്ടിപ്പിടിക്കണു. അതില് ബിൻസി, അതില് മറ്റേ രേണു പറഞ്ഞു കൊടുക്ക, അവര് തമ്മിൽ 2 ദിവസമായിട്ട് രേണു പറഞ്ഞു എപ്പിസോഡിലുണ്ട് രേണു ഇങ്ങനെ അനന്തശാനം കിടക്കണ കിടന്നേ, നീ പോയപ്പോഴേ അവര് 2 ദിവസം അവര് തമ്മിലുള്ള രേണു പിടിച്ച് അന്ന് ആലോചിക്കും. ആ സാധനം ഇപ്പൊ ഉണ്ടെങ്കി, ആ സാധനം ഉണ്ടെങ്കിൽ രേണു കൊടുക്കാൻ ഫയർ ആയിരുന്നു. സാധനം പുറത്തു വന്നു. അല്ല അന്ന് മറ്റേ അപ്പാനി പറയുന്നുണ്ട്, അനുമോളുടെ എത്ര സൂപ്പർ ഗെയിമറാണ് രേണു ചേച്ചി. നമുക്ക് രേണു ചേച്ചി വെറുതെ തെറ്റിദ്ധരിച്ചു. നല്ല സ്റ്റാൻഡേർഡുള്ള ഗെയിമറാണ്. ഒരു പണിയില്ലാതെ 1ാം സ്റ്റാൻഡേർഡ് തന്നെ അവിടെ ഇരിക്കണം, പിന്നെ സ്റ്റാൻഡേർഡ് കേറില്ല. അതല്ല, ഇങ്ങനത്തെ സാധനങ്ങൾ അടിക്കാൻ പറ്റുണ്ടോ? ഇന്ന് പറഞ്ഞ അപ്പാനിന്റെയും ബിൻസിന്റെയും പോലത്തെ ഐറ്റങ്ങൾ 30 പിടിക്കുന്നുണ്ട്. ആ സാധനത്തിന് ഈ സരികേനെയും ഒനീലിനെയും പറഞ്ഞു വെച്ചിട്ട് ആ ബിൻസിനെയും ശൈത്യം നിന്നാലും കുഴപ്പമില്ല എന്ന് മനസ്സിലായി. ആ 2 പിടിച്ച് നിർത്തിയത് വെറുതെ വരെ 2 കയറ്റി. ഇനി വരെന്തെങ്കിലും ചെയ്യുമെന്നുള്ളതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്താണെങ്കിലും അങ്ങനെ ഒനിയില് ഗിസേലിന് പിന്നാലെ പോകും. ഗിസേലിന് ലവ് ട്രാക്ക് ഓടിക്കാനുള്ള പരിപാടി നോക്കും. അങ്ങനെ നോക്കൂല്ലോ ഒരു വഴിക്ക്. ഇതിനിടയിൽ മറ്റേ സാധനം ഉണ്ടോ എവിടെയെങ്കിലും? ഗിസേൽ, അനുമോൾ, ആര്യൻ അത് അവരുണ്ടാക്കി അവര് പറയുന്നുണ്ട്. അവിടുന്ന് ടീമെന്ന് പറയുന്നുണ്ട് അനുമോളിന് ആര്യനോട് പ്രത്യേക അല്ല, ആര്യന് എന്താ അനുമോളിന് കുറ്റം പറയാത്തത്, എന്തായാലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആര്യനോട് അനുമോള് തമ്മിൽ ആദ്യം നല്ല ഫ്രണ്ട്ഷിപ്പ് ചെയ്യുന്നു. അതിന്റെ ഇടയിലാണ് ഓള് മറ്റേ കുലസ്ത്രീ പരിപാടി കൊണ്ട് നീ അനിയന്റെ പ്രായമാണ്, നീ എന്നെ നോക്കുമ്പോൾ എന്റെ കാലിൽ തുടരണം എന്നൊക്കെ തുടങ്ങിയത്. ശാരീരിക്കുള്ള വേറെ അടി വന്നിട്ടുണ്ട്. ശാരീരിയും ഇവനും തമ്മിലുള്ള ആര്യനും തമ്മിലുള്ള ഇന്റർവ്യൂ ഹോട്ട് സീറ്റ് ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ആലുവ മലപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല. ഓ എന്തോ അഭിനയം അല്ലേ, എന്താ ശരിക്കും വർക്ക് വർക്ക് നിങ്ങൾ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. എന്റെ മോനെ അതൊക്കെ പൊളിഞ്ഞ് സാധനം പുറത്തടിച്ച്. ശാരികയ്ക്ക് എന്തായാലും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ കാര്യം ഗുദാഹവയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് പറഞ്ഞുകൊണ്ടാണോ പ്രശ്നം. പക്ഷെ അവര് ഗുഡാണ്, ഇന്റർവ്യൂ എടുക്കാൻ ഗുഡാ. ഞാൻ നിങ്ങളോട് ശാരിക കയറിയപ്പോഴേ പറഞ്ഞേ, ശാരിക അങ്ങനത്തെ ഒരു പീസ്ഫുൾ മൈൻഡുള്ള ഒരാളാണ്, അല്ലാതെ ഇന്റർവ്യൂ കാണുന്ന ശാരിക അല്ല. ഇനി എന്തൊക്കെ വരും. നമ്മള് ഇത് കാണാതിരിക്കരുത് ചോദിച്ചിട്ട് തിങ്കളാഴ്ച ഇനി എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ പറഞ്ഞാ പോയുള്ളത്. തീപ്പൊരിടുന്നൊക്കെ പറഞ്ഞു. കത്തിക്കുന്നോ തീപ്പൊരിടുന്നോ പന്തം കത്തിച്ചതിന് ഉള്ളിൽ അറിയാൻ പറഞ്ഞു ഉണ്ടാവണമെങ്കിൽ. ശരത്ത് അനുമോള് ടീം നമ്മളടിണ്ടാക്കരുത്. അപ്പൊ തന്നെ അക്ബറിന് ചിരിക്കുക. അനീഷ് ഉണ്ട് മോനെ, കണ്ടോ രാവിലത്തെ അടി അനീഷിന്. അനീഷ് കുറച്ച് നല്ല കൊടുത്തിട്ടുണ്ട്. അതെ അല്ല അനീഷിന് പക്ഷെ വേറെ കാര്യമുണ്ട്. അനീഷ് രാവിലെ ഒരു അടിക്ക് തിരി കൊളത്തി അടി ഉണ്ടാക്കിയ അനീഷ് സമാധാന പ്രിയന. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അനീഷ് അതെന്താ രാവിലെ ഒരു അടി ഉണ്ടാക്കും, ആ അടീന്റെ മുകളിൽ ഫസ്റ്റ് ദിവസം സ്ക്രീൻ സ്പേസ് കിട്ടി, പിന്നെ മിണ്ടില്ല, പിന്നെ പോകും. പിന്നെ മൂപ്പര് കൂളാണ്, പിന്നെ മൂപ്പരാണ് പോകും. നാളെയും കണ്ടോളി തുടക്കത്തിലെ അടി അനീഷായിരിക്കും. മരക്കഴുതി രാവിലത്തെ ഒരു സാധനം എടുത്ത് വാക്കുകൾ ശ്രദ്ധിക്കാനേ. അതല്ല ലാലേട്ടൻ ഉപഗ്രഹം എന്നാരാ പേരിട്ട, അവിടെ ആരും പേരിട്ടിട്ടില്ല. ലാലേട്ടൻ തന്നെ വിളിക്കാൻ തോന്നിട്ട് കയ്യിന്നിട്ട് ആരെങ്കിലും പറയണ ലാലേട്ടൻ പറയാ, ഞാൻ ആരോ വിളിക്കുന്നത് കേട്ട്. അല്ല ചിലപ്പോ അങ്ങനെ കേട്ടതായിരിക്കാം, മൂപ്പനെ എറിഞ്ഞു കൊടുക്കാണ്. പുതിയ കോമ്പോ ഷനീഷ് കോമ്പോ. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച അല്ലേ സെറ്റ് ആവണം. സെറ്റ് ആവും. എനിക്ക് പ്രതീക്ഷയുണ്ട്. എനിക്ക് ഓരോ വട്ടം ലാലേട്ടൻ വരുമ്പോൾ പ്രതീക്ഷ. കണ്ടന്റ് ഉണ്ട് ബേസിക്കലി. പക്ഷെ അത് ഫോർമാറ്റ് ചെയ്തൊരു രീതി ഉണ്ടല്ലോ, അതൊരു കുറച്ചും കൂടി ഒന്ന് ട്രിക്കി ആയിട്ട് പിടിക്കണം. കുറച്ചും കൂടി വിഷ്വൽസ് കാണിച്ച് ഇവര് തമ്മിലുള്ള ഫ്രിക്ഷൻ കൂട്ടി അടി കൂടി. ഇന്ന് ശാരികി രേണു തമ്മിലുള്ള സാധനം, ആ സാധനം ഇട്ട് കൊടുക്കുകയാണല്ലോ. അത് ഇട്ട് കൊടുത്ത പോലെ ഇട്ടിട്ടിട്ടിട്ട് പോണ സാധനങ്ങൾ ഇവിടെ അവിടെയുള്ള വർത്താനല്ലേ, അതിങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ്, നന്നായിരിക്കും. എന്തായാലും ശൈത്യ തിരിഞ്ഞ അനുമോൾക്കുണ്ട് ഒരു സാധനം ഉണ്ടല്ലോ, അത് കത്തും.
നീ കണ്ടില്ല ജിസയിലെ, ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അനുമോൾ എന്തോ ഞാൻ പറഞ്ഞിട്ടില്ല ബോയ് ഫ്രണ്ട് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈശ്വര എന്തൊക്കെ തോന്നിയാണ്. ഞാൻ അവളോട് പറഞ്ഞു, ആള് പിന്നെ കേക്കണ്ടേന്നൊക്കെ പറയും. ആ അവള് കേൾക്കുന്നില്ല. ഞാൻ പറയാം എനിക്ക് എല്ലാരും ഒപ്പം വന്നിരിക്കും ഇഷ്ടമാണെന്നൊക്കെ. അല്ല എന്നിട്ട് പറയണേ ഞാനതൊന്നും കേൾക്കാതെ ഞാൻ സൈഡിക്ക് തിരിഞ്ഞിട്ട് കണ്ടില്ല. ശരിക്കും എന്താണ് അനുമോൾ എന്തോ പറഞ്ഞപ്പോ അത് ഇവളാണ് അനുമോക്ക് പോയിട്ട് എടുക്കുന്നത്. ദയവേത് അനുമോൾ PR പറയാണ് അനുമോളെ നാശാക്കിയത് ഇവളാണ്. എന്നിട്ട് ഇവളാണ് ഇപ്പൊ നേരെ പോയിട്ട് നന്മവരാവുന്നത്. ആ സമയം അതൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നുന്നത് അനുമോള് കുറച്ചുകൂടി ട്രൂ ആണ്. ട്രൂ ആണ് സ്വഭാവം വന്നു, അത്രേ ഉള്ളൂ. ആള് ട്രൂ ആയിട്ട് തന്നെ നിന്നതും പറയുന്നതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അപ്പാനി ചരിത്ത് വന്നതിന് അനുമോള് ഹാപ്പി അല്ല. അനുമോള് ഒട്ടും ഹാപ്പി അല്ല. അനുമോൾ അത് കാണിക്കുന്നുണ്ട്. അവിടെ കിച്ചണിൽ എന്തെങ്കിലും ഉണ്ടാവും. പൂമ്പാറ്റകൾ രണ്ടാളും ഇങ്ങോട്ട് പിടിക്കും. അവരും ഉണ്ടല്ലോ അല്ലെ. പൂമ്പാറ്റയുണ്ട്. പൂമ്പാറ്റേനെ അവർക്കൊക്കെ പറയാനൊരു പേടിയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എന്താ അറിയില്ല. അവരെപ്പോഴും എല്ലാവരും അങ്ങനെ കൂളാക്കി കൊണ്ടെടുക്കുന്നു. എല്ലാരും പാവാണ്, കുഴപ്പമില്ല, നല്ല രീതിയിൽ നോമിനേഷനിലൂടെ ഇല്ല, ശ്രദ്ധിക്കണില്ല. നോക്കാം ഇപ്രാവശ്യം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ മതിയല്ലേ. ശരിക്കും പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ആൾക്കാരെ പുറത്താക്കുക. എടി അതല്ല, അതങ്ങനെ പറ്റില്ല. ഇത് എന്താ പറയുക, അത് നടക്കില്ല. പറയാൻ കാരണം എന്താ അറിയോ, നമ്മള് ഒരു നോമിനേഷൻ പോകുമ്പോൾ നമ്മളെ മനസ്സിൽ 2 ഓപ്ഷനാണ് വരും. ഒന്ന് നമുക്ക് ഏറ്റവും ശത്രുത ഉള്ളത്, മനസ്സിലായോ. ഒന്ന് നമ്മളിലേക്ക് ഈ നോമിനേഷൻ ഇടാൻ തോന്നുന്നു പറഞ്ഞാൽ ഈ 2 ഓപ്ഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത് എന്തോ ചിന്തിക്കുള്ളൂ. വേറെ ആള് ഫ്രീ ഹിറ്റിനെ കുറിച്ച് ചിന്തിക്കും. അതാണ് വിഷയം. അപ്പൊ അത് വരില്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. കയറുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഞാൻ പൂമ്പാറ്റകൾക്ക് വിചാരിച്ചിരുന്നു. പൂമ്പാറ്റകൾ എന്നെ വിഷമിപ്പിക്കുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അല്ലേ, ഇന്നത്തെ പരിപാടികൾ തീർന്നിരിക്കുകയാണ്. ഇനി നാളെ തുടങ്ങാം.